വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരമായ നമുക്ക് എന്തെങ്കിലും ചായൻ്റെ കടി വേണം, നിങ്ങൾക്ക് അറിയാലോ. കാരണം അധികം വൈകുന്നേരത്തെ വ്ളോഗാണ് ഇടല്. അപ്പോൾ ഇന്ന് അമ്മ അരിയുണ്ട ആക്കുന്നുണ്ട്. അരിയുണ്ട അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അരിയുണ്ട. അപ്പോൾ അമ്മ അരിയുണ്ട ആക്കുന്നുണ്ട്. അമ്മമ്മ എന്തോ ചക്ക മുറിക്കുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ തേങ്ങയും വെല്ലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം എന്നാ ഞാൻ അരി വറുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഉണ്ടയാക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അരി വറുക്കലാണ്. ഉണ്ട എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, അമ്മമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അമ്മമ്മ അപ്പുറത്തുനിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അമ്മമ്മക്ക് ഇഷ്ടം വേറൊരു ഇഷ്ടപ്പെട്ട സാധനം അമ്മമ്മ അപ്പുറത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കട്ടെ എന്നാന്ന് വിചാരിക്കണ്ട. നമ്മളെ തുണിയല്ലേ ഇവിടെയാണ് കേട്ടോ. ഇടിച്ചതരി വർക്കേരിയൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്നതാണ് ഈ പരിപാടിയെല്ലാം. നമ്മളെ അകത്ത് അങ്ങനെ കയറ്റൂല. അപ്പൊ അമ്മമ്മ എന്നാ ചെയ്യുന്നേ? ചക്ക മുട്ടുള്ള ഇതായിരുന്നാ കിട്ടിയേ? നമ്മളെ പറിച്ചിട്ട് റബ്ബർന്നാ? ഇത് വേണോ? ഞാൻ കഴിക്കൂല, ഇതേ കഴിക്കൂ. പച്ച പച്ചല്ലേ പോയിട്ടില്ല. അതും എടുക്കുവാ, കുരു എടുക്കുവാ. കുഞ്ഞു കൊടുക്കാന്നാ? കൊണ്ടുവരില്ല. പാടിന്റെ വേണ്ട പരിക്കാനാവില്ല. കൊറേ വൈദ്യുതി കിട്ടിയതാ ഇത്. പരിക്കാനുണ്ട് പാട്. എന്നാ വേണ്ട എത്തണ്ടേ? എത്തുന്നില്ല. ചക്കുണ്ട്. പാട് ചക്കയുണ്ട്. പക്ഷെ എത്തണ്ടേ? ഇന്ന് അങ്ങനെയല്ലോ ആരും കൊക്ക കിട്ടി ബസ്. അപ്പൊ നല്ലോണം മൂത്തിനല്ലേ? ചക്കൻ്റെ പരിവുണ്ട്. ചക്കുണ്ടായിരുന്നോണ്ട് പരിക്കാനാവില്ല. ആരും ബസ് കയറില്ല. കൊക്കയുമില്ല. കൊക്കയുണ്ടെങ്കിലേ ബസ്സോട് ചക്ക നമുക്ക് ഭയങ്കര അങ്ങനെ അമ്മ ശരീരം കൊക്കയെല്ലാം കെട്ടി ബസ്സാണ്. അമ്മയുണ്ട് ഉണ്ടയാക്കുന്നുണ്ടാ. അതെയോ? അപ്പൊ ഇന്ന് സ്കൂളിലെല്ലാം അവധിയല്ലേ, നല്ല മഴയല്ലേ. നമ്മളെ തോടെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഇങ്ങോട്ടെല്ലാം ഇറങ്ങിയിട്ട്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അങ്ങോട്ടെല്ലാം നോക്കട്ടെ. വെള്ളം കുട്ടികൾ കുറേ പേര് ഇട വന്നിട്ട് ഇപ്പം ഞണ്ടിയെല്ലാം പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ ഞണ്ടുണ്ടാവും, അതിന് പിടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ട് ഇല്ലേ? നമ്മള് പറയുന്നൊന്നും ഇപ്പൊ വീട്ടുന്നില്ലേ? ഭയങ്കര സൗണ്ട് ആയിരിക്കും, കേൾക്കൂല. നോക്കുമ്പോ ഉണ്ടാവും ഇവിടത്തെ വെള്ളത്തിന്റെ സൗണ്ട് ആയിരിക്കും. കണ്ടാ ഭയങ്കര നല്ല ശക്തിയിൽ പാറക്കിട്ട് അടിക്കുന്നത് കൊണ്ട് നമ്മളെ വീട് നേരെ മേലെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും കേട്ടോ. നല്ല വെള്ളം വന്നിട്ടുണ്ട് ഇന്ന്. ആ തോട് നിറഞ്ഞിട്ട് കുറേ ഒഴുകിപ്പോയി. ഇപ്പോൾ കുറച്ച് സമയത്ത് മഴ തോർന്നിട്ടില്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ. അതുകൊണ്ടാണ് പിന്നെ ഇത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എന്നാലും വലിയ ഒലിച്ചു പോകും കേട്ടോ. നമ്മളെ വെളിച്ചൻ തന്നെയാണ്. വെളിച്ചനുണ്ട്. പശുവിനെയും കൊണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പശു. പക്ഷെ എനിക്ക് പേടിയാണ്, കുത്തോന്ന് ചോദിച്ചിട്ട്. ഇതിനെ ഇളക്കിയിട്ടുണ്ടാമോ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല വെള്ളമാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. കുട്ടികളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫുൾ ഒഴുക്കും. ഇപ്പം വെള്ളമുള്ളതുകൊണ്ട് എല്ലാവരും കുളത്തിൽ കുളിക്കാൻ പോക്കും അങ്ങനെയെല്ലാം ആയിരിക്കും. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളെല്ലാം ഉള്ളവർ സ്കൂളില്ലെങ്കിലാണല്ലേ അമ്മമാർക്ക് പണി മൊത്തം ഉണ്ടാവുക. കാരണം അവരെ പിടിച്ച് നിർത്തിക്കണ്ടേ വീട്ടിൽ, അല്ലെങ്കിൽ കളിക്കാനെല്ലാം പോയില്ലേ. അപ്പുറത്തുനിന്നെല്ലാം ചേച്ചിമാരെല്ലാം പറയുന്നുണ്ടായിരുന്നു സ്കൂളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണ്ടേനു, സ്കൂളിലേക്ക് അങ്ങ് വിട്ടാൽ മതിയേനു. അപ്പം അമ്മ അങ്ങനെ അരി വറുത്ത് വെച്ചിട്ടുണ്ടാവും. ബാക്കി ഞാനും കൂടി പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട്. എനിക്കിങ്ങനെ ഉണ്ട ഉരുട്ടി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ അങ്ങനെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫാദേഴ്സ് ഡേ ആയിട്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു മോളെ കണ്ടിട്ട് ഭയങ്കര വിഷമായി, കരയിച്ച് കളഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് ഒരച്ഛനെയും കൂടി കിട്ടി. കല്യാണം കഴിഞ്ഞതിന് ശേഷം
ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കാവേച്ചി എപ്പോഴും പറയാം, എൻ്റെ ചേച്ചി എപ്പോഴും പറയേ, ചേച്ചിക്ക് പിന്നെ അച്ഛൻ്റെ ആ ഒരു സ്കൂളിൽ ചേർക്കുന്ന കുറച്ച് സമയം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തും എല്ലാം ആ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അയച്ചൊക്കെ ഒന്നും കിട്ടില്ല, അതായത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സത്യമാണ്. എനിക്ക് പാവഞ്ഞൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചെക്കൻ എന്തോ പറയുമ്പോൾ നിൻ്റെ അച്ഛൻ മരിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീച്ചർ ആ ചെക്കനെ നല്ലവണ്ണം വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഓർക്കും സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. ഇന്നലെ അതനുസരിച്ച് മ്യൂസിക്കും വന്നേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും എന്ന് വെച്ചാൽ അമ്മ അതുപോലെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറവും വരുത്താണ്ട് തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ നോക്കി, പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മമ്മയും അതെ അച്ഛൻ്റെ അമ്മയും, പിന്നെ എൻ്റെ അപ്പാപ്പനെ ഞാൻ എല്ലാ വീട്ടിലും പറയലുണ്ട്. എൻ്റെ അപ്പാപ്പൻ എൻ്റെ അച്ഛനെ പോലെ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേങ്കിൽ അച്ഛനെന്ന ഇത് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ എനിക്ക് വിളിക്കുന്നതിൽ ഒരു സത്യം പറഞ്ഞൊരു പ്രൗഡാണ് എനിക്ക്. പിന്നെ കാവേച്ചീൻ്റെ എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ നേരം പിന്നെ കോട്ടയത്തെ അച്ഛൻ ചേച്ചീൻ്റെ പിന്നെ അച്ഛനെയും ഞാൻ അച്ഛൻ തന്നെയാണ് കേട്ടോ വിളിക്കൽ. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാനെന്നാണേ വിളിക്കുക ഞാനോട് ചോദിച്ചിട്ടുണ്ട്. നീ അച്ഛൻ അല്ലാണ്ട് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടയാക്കുന്ന ബാക്കി പണിയിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ഇത് കുഴക്കാൻ പോവാന്നല്ലോ അമ്മ, കുഴച്ചു തുടങ്ങി. അത് തേങ്ങയും വെല്ലവും നല്ലപോലെ അരച്ച് എടുത്ത് മിക്സിയിലിട്ടിട്ട് എന്നിട്ട് അരി വറുത്തതും പൊടിച്ച് രണ്ടും കൂടി നല്ല മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം വേണം ഉണ്ടയാക്കാൻ. എനിക്കിങ്ങനെ ഭയങ്കര ഉറപ്പുള്ള ഉണ്ടി ഇഷ്ടല്ല, ഇങ്ങനെ സോഫ്റ്റ് നല്ലപോലെ പിന്നെ തേങ്ങയും വെല്ലം കൂട്ടി അതങ്ങനെ ഒരു ശീലായിട്ടാണ്. അതേ ഇഷ്ടമുള്ളൂ. അപ്പൊ ഉണ്ട ആക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഏകദേശം ഒരു ഷേപ്പ് ആക്കിയിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുക. എന്നാൽ നല്ല ഷേപ്പാവും. അപ്പൊ ഇപ്പം നമ്മൾ ആക്കിക്കോട് എടുക്കുമ്പോ മേമേന്റെ മോനുണ്ട് ശ്രീഷ്ണവ് അല്ലേ, രണ്ടു ദിവസമായി വരാന്ന് പറയുന്നത്. എന്നിട്ട് ഇന്ന് വരുന്നുണ്ട്, ഓ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓ വരുമ്പോഴത്തേക്ക് ഞാൻ ആരുടെ പോക്കാറുണ്ട്. അപ്പൊ ഓനെ കൂട്ടാൻ വേണ്ടിട്ട് പോണം ചൂളിയാട്. അപ്പൊ നമ്മളിത് ആക്കി തീർക്കട്ടെ, വേഗം പണി തീർക്കട്ടെ. അപ്പോ ഇന്നെന്റെ മോനിടെ വന്നിട്ടുണ്ട്, അനിയത്തിന്റെ മോൻ. ഇവൻ കുറച്ച് നാളായി വരാത്ത, ഇവനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ബിസിയാണ്, പിന്നെ കോളേജിലെല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ പിന്നെ ക്ലാസ് എല്ലാം ആയതുകൊണ്ട് വരാനൊന്നും സമയം കിട്ടിയില്ല. ഇവിടെ SS കോളേജിലാണ് പഠിക്കുന്നത്. ഡിഗ്രി ഫൈനൽ അല്ലേ മോനെ? ഡിഗ്രി ഫൈനൽ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഇവൻ അങ്ങനെ 2 ദിവസം നിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഹലോ. അപ്പൊ അങ്ങനെ ഇന്നലെ വീഡിയോ ഇട്ടേല് കുറെ പേര് ഇമോഷണൽ ആയി എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അമ്മയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി അല്ലേ? എനിക്ക് ഇന്നലത്തെ ഇവിടെ വീഡിയോന് ഭയങ്കര ഒരു വിഷമമായി പോയി കണ്ടിട്ട്. പിന്നെ ഇവിടെ ഇന്നലെ എന്നോട് ചോദിച്ചു, അമ്മ എന്നാ ഇന്ന് വീഡിയോ ഇടുക എന്നെല്ലാം പറഞ്ഞു. ഡ്യൂട്ടിയും നൈറ്റെല്ലാം ആയതുകൊണ്ട് നൈറ്റും കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാലാണ് വീഡിയോ ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോന്ന് അറിയില്ല, ഭയങ്കര ഒരു ഫീലായിപ്പോയി ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാദേഴ്സ് ഡേ എന്നുള്ള ഒരു ദിവസമായതുകൊണ്ട് ഉള്ള അങ്ങനത്തെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ എന്താ പറയണ്ടേ, നമുക്കൊരു ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല നമ്മൾ ആ ഒരു വിഷമം. നമുക്ക് പിന്നെയും മക്കൾ അച്ഛൻ്റെ ഫോട്ടോ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇടുമ്പോൾ നമുക്കത് വല്ലാത്ത വിഷമമാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാം തരണം ചെയ്ത് ഞാനും മക്കളും മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. അതെല്ലാം ഓരോ വിധിയാണ് അല്ലേ? അതെ, ഓരോ വിധിയാണ്. വിധി അതെ, അതുകൊണ്ട് അങ്ങനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ അന്നമ്മ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ തളർന്നു നിൽക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഓരോ അനുഭവത്തിലെല്ലാം. അങ്ങനെയുള്ളവരെല്ലാം പിന്നെ നമ്മൾ തളർന്നു പോകും. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എല്ലാവർക്കും തളർന്നു പോകും. അവനവൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ മക്കൾ, അച്ഛൻ എല്ലാം പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ തരണം ചെയ്ത് എല്ലാവരും ജീവിക്കുക, തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇപ്പം ഇന്ന് ഒരാളെയും കൂടി വിളിക്കാം. ഹലോ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. അതിലെന്തെല്ലോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തെന്നല്ലാന്നും പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണെന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.